എല്ലാ കാലത്തും ഇതുപോലെ ജനറേഷനെ കുറ്റം പറയുന്നവരുണ്ടാവും. ഇന്ന് നമ്മൾ ബിസിനസ്സുകാർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ജെൻസി അല്ലെങ്കിൽ ന്യൂജൻ പിള്ളേരെ മാനേജ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണെന്നുള്ളത്. തീർച്ചയായിട്ടും അതൊരു വളരെ റിയാലിറ്റി ഉള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അവർ കുറച്ചും കൂടി ഡിസ്ട്രാക്റ്റഡ് ആണ്. പ്രോപ്പറായിട്ടുള്ള ഫോക്കസ് അവർക്ക് പലപ്പോഴും കിട്ടുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് പല കാര്യത്തിലും ഉണ്ടാവില്ല. ഫോണിൽ കുറച്ചുകൂടി കൂടുതൽ അഡിക്റ്റഡ് ആണ്. ചുറ്റുപാടുള്ള സോഷ്യൽ മീഡിയ കുറച്ചുകൂടി ഇൻവോൾവ്മെന്റ് നമ്മളെക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻ്റെ പോസിബിലിറ്റി അവരിൽ വളരെ കൂടുതലാണ്. പക്ഷേ കൃത്യമായിട്ട് അവരെ മനസ്സിലാക്കുകയും അവരെ ക്ലാരിറ്റി, അവരുടെ ലൈഫിൽ എന്താണ് എക്സ്പെക്റ്റേഷൻ എന്ന് മനസ്സിലാക്കിയും അവരെ പേഴ്സണലി ഇൻവോൾവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ലൈഫ് ടാർഗറ്റും ഗോളും ഈ ഒരു സോഷ്യൽ മീഡിയ വേൾഡിൽ നിന്നും അപ്പുറത്ത് ഒരു ലൈഫ് ഗോളും ടാർഗറ്റും സെറ്റ് ചെയ്ത് അവരെ മനസ്സിലാക്കിയിട്ട് പതിയെ ഒരു അപ്രോച്ച് എടുക്കുകയാണെങ്കിൽ നല്ല പ്രൊഡക്ടിവിറ്റി ഉള്ള പിള്ളേരെ വാർത്തെടുക്കാനും ജെൻസിയിൽ കഴിയും. ജെൻസി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അടച്ചാക്ഷേപിക്കേണ്ട ആവശ്യമില്ല. അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മെല്ലെ മെല്ലെ അവരുടെ ഉള്ളിലേക്ക് ഒരു പർപ്പസ് ഡ്രിവൺ ആയിട്ടുള്ള ലൈഫിനെ അവർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല മിടുക്കരായിട്ടുള്ള ആളുകളെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എല്ലാ കാലത്തും ഇതുപോലെ ജനറേഷനെ കുറ്റം പറയുന്നവരുണ്ടാവും. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്, ആ തലമുറയുടെ ഫണ്ടമെന്റൽ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അതിന് നമുക്ക് എന്ത് പരിഹാരം കൊടുക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കി വർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉള്ളൊരു ടീമാക്കി അവരെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും.